ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഉബൈദ് ആദിനാട്. PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ലാബ് അറ്റൻഡർ എന്ന പരീക്ഷയുടെ 10 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. തുടർച്ചയായിട്ടുള്ള 5 ഒറ്റസംഖ്യകൾ A, B, C, D, E. താഴെ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇവയുടെ ശരാശരി? നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ A+C/2, A+B+C+D+E/5, C 3 ശരിയാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്കത് എളുപ്പം ചെയ്യാം. ഈ 3 എങ്ങനെയൊക്കെ നമുക്ക് ശരിയാണെന്ന് ശരി ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തുടർച്ചയായിട്ടുള്ള 5 ഒറ്റസംഖ്യ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. തുടർച്ചയായിട്ടുള്ള 5 ഒറ്റസംഖ്യ 1, 3, 5, 7, 9. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 എഴുതാം. ഞാൻ തുടർച്ചയായിട്ടുള്ള ആദ്യത്തെ തന്നെ 5 എഴുതി. ഒരു സംഖ്യയുടെ ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. മൊത്തോടെ കൂട്ടുക, അവയുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് കൂട്ടി നോക്കാം. 1 + 3 + 5 + 7 + 9 / 5. എല്ലാവരും കൂട്ടി എണ്ണം കൊണ്ട് ഹരിച്ചുകൊണ്ടേ അവിടെ 7 3 10 15 16 9 കൂടുമ്പോൾ 25 എന്ന് കിട്ടും. 25/5. 25/5. 25നെ 5 വെച്ചിരിക്കുമ്പോൾ നമ്മളുടെ ശരാശരി എന്ന് പറയുന്നത് 5 ആണ്. ശരാശരി 5 ആണ്. ഇവിടെ ഒരു ഓക്കെ ആണല്ലോ. ഓക്കെ, തുടർച്ചയായിട്ടുള്ള 5. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഇവിടെ ഓപ്ഷൻസ് പറയാം. അപ്പോൾ ഇവിടെ ശരാശരി എന്ന് പറയുന്നത് 5 ആണ്. ഈ ശരാശരി 5 എന്ന് പറയുന്നത് നിങ്ങളൊന്ന് നോക്കിയേ, ഈ കിടക്കുന്ന നടുക്കലത്തെ സംഖ്യ അല്ലയോ 5? അതാണ് നമുക്കിവിടെ ശരാശരിയായിട്ട് കിട്ടുന്നത്. ശരാശരിയായിട്ട് ഇനി നമുക്ക് നടുക്കത്തെ സംഖ്യയായ 5 ശരാശരി കിട്ടുമെന്ന് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഇവരെന്തോ പറയുന്നത് എയും സിയും കൂടെ കൂട്ടി, എയും സിയും കൂടെ കൂട്ടിയിട്ട്, എയും സി അല്ല എയും ഇ ആണ്, എയും സി അല്ല എയും ഇയും, എയും ഇയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക. എ എന്ന് പറയുന്നാൽ ആദ്യത്തെ സംഖ്യ, ഇ എന്ന് പറയുന്നത് അവസാനത്തെ സംഖ്യ. എയും അപ്പോൾ ആദ്യത്തെ സംഖ്യ എന്ന് വെച്ചാൽ 1, അവസാനത്തെ ഇ എന്ന് പറഞ്ഞാൽ 9. രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. അപ്പോൾ നോക്കിയേ 10/2 = 5. ശരാശരി 5 തന്നെയല്ലേ കിട്ടിയത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഒന്നാമത്തെ ആൻസർ ശരിയാണ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടുക, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്തുവാ? എല്ലാം കൂടെ കൂട്ടി എയും ബിയും സിയും ഡിയും ഇയും എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അതിനല്ലേ നമ്മളിവിടെ ചെയ്ത് വെച്ചേക്കാം. 1, 2, 3, 4 എല്ലാം കൂടെ കൂട്ടി അവയെ 5 കൊണ്ട് ഹരിച്ചു. എണ്ണം കൊണ്ട് ഹരിച്ചപ്പോൾ ശരാശരി 5 കിട്ടി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആൻസറും ശരിയാണ്. ഇനി എന്താണ് മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്? സി, നടുക്ക് വരുന്നത് സി. അപ്പോൾ നോക്കട്ടെ, 1, 2, 3, 4, 5. 5 സംഖ്യകളിൽ നടുക്കലത്തെ സംഖ്യ അല്ലേ സി. ഇപ്പോൾ ഇത് ഒന്നാം സംഖ്യ എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ ആണെങ്കിൽ, എ ബി സി ഡി ഇ ആണ് എങ്കിൽ നമുക്ക് നോക്കാം. നടുക്കലത്തെ സംഖ്യയാണ് എന്തെന്ന് പറയുന്നത്? 5 എന്ന് പറയുന്നത്. അപ്പോൾ സി ആണ് നടുക്കലത്തെ സംഖ്യ, ശരാശരിയാണെന്ന് പറയുന്നത്. അതും ശരിയെന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള ഒറ്റസംഖ്യ ആയാലും ശരി, ഇരട്ട സംഖ്യ ആയാലും ശരി, എണ്ണൽ സംഖ്യ ആയാലും ശരി, സമാന്തര ശ്രേണിയായാലും ശരി, അവയുടെ ശരാശരി എപ്പോഴും നടുക്കലത്തെ സംഖ്യ ആയിരിക്കും. അപ്പോൾ എ ബി സി ഡി ഇ ഇവിടെ നടുക്കലത്തെ സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്. അതിൻ്റെ ലെറ്റർ എന്ന് വെച്ചാൽ സി ആണ്. അപ്പോൾ സിയും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഈ ആൻസർ പ്രകാരം 3 ശരിയാണ്. ഡി ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 250 മീറ്റർ, 320 മീറ്റർ വീതം നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗതകൾ മണിക്കൂറിൽ 60 കിലോമീറ്റർ, 50 കിലോമീറ്റർ ആണ് എന്നീ ക്രമത്തിലാണ്. രണ്ടും പരസ്പരം കടന്നു പോകാൻ വേണ്ടി വരുന്ന സമയം എത്ര? ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ട്രെയിൻ ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെയോ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളം മാത്രം ഓടിയാൽ മതി. അപ്പോൾ ട്രെയിനിൻ്റെ നീളമാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ട്രെയിൻ ഒരു പാലത്തെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ വേറെ ട്രെയിനെയോ ഒരു തുരങ്കത്തെയൊക്കെ മറികടക്കുമെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. ഇപ്പോൾ ഈ 2 ട്രെയിനുകൾ പരസ്പരം മറികടന്ന് പോവുകയാണ്. 2 എണ്ണം എതിർദിശയിലാണ് മറികടക്കുന്നത്. അപ്പോൾ എതിർദിശയിലാണ് ഇപ്പോൾ മറികടക്കുന്നതെങ്കിൽ ഇവയുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടി വേണം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഇനി ഒരേ ദിശയിൽ മറികടന്നാലും നീളങ്ങൾ കൂട്ടി വേണം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. അപ്പോൾ ഒരേ ദിശയിലാണെങ്കിലും എതിർദിശയിലാണെങ്കിലും ട്രെയിനിൻ്റെ നീളങ്ങൾ അങ്ങ് കൂട്ടിയാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടുത്തെ അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് ട്രെയിനിൻ്റെ നീളം ഒന്നെന്ന് വെച്ചാൽ 250 മീറ്റർ പ്ലസ് അടുത്ത എത്ര? 320 മീറ്റർ സമം നമുക്ക് എത്ര കിട്ടും? 570 മീറ്റർ എന്ന് കിട്ടും. ഡിസ്റ്റൻസ് കിട്ടിയല്ലോ.
ഓക്കെ, ഇനി രണ്ടാമത് പറയാൻ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോണം. രണ്ട് ട്രെയിനുകൾ സമാന്തര പാതയിൽ എതിർദിശയിലാണ് പരസ്പരം മറികടക്കുന്നതെങ്കിൽ അവയുടെ വേഗതകൾ തമ്മിൽ കൂട്ടണം. ഓക്കെ, ഇത് ഒരേ ദിശയിലാണ് പരസ്പരം മറികടക്കുന്നതെങ്കിൽ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം. രണ്ട് ട്രെയിനുകൾ സമാന്തര പാതയിൽ എതിർദിശയിലാണ് പരസ്പരം മറികടക്കുന്നതെങ്കിൽ വേഗത കൂട്ടണം. ഒരേ ദിശയിലാണെങ്കിൽ വേഗത കുറയ്ക്കണം. ഇത് രണ്ടും എതിർ ദിശയിലാണ് മറികടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഇവയുടെ വേഗത അങ്ങ് കൂട്ടാം. ഓക്കെ, ഡിസ്റ്റൻസ് ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 50 km/h പ്ലസ് 60 km/h = 110 km/h കിട്ടും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇത്രയും കാര്യം കിട്ടി. എന്തൊക്കെ കിട്ടി? സ്പീഡും കിട്ടി, അതേപോലെ ഡിസ്റ്റൻസ് കിട്ടി. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ്. നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇത്രയൊക്കെ ആണല്ലോ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് കിട്ടി, സ്പീഡും കിട്ടി. നമുക്ക് ടൈമാണ് വേണ്ടത്. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ക്ലിയർ? ഓക്കെ ആണല്ലോ. ഇനി നമുക്കിത് അങ്ങോട്ട് വേണം. ഇനി ഇവിടെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 570 എന്ന് പറയുന്നത് മീറ്ററാണ്. 570 മീറ്ററാണ്. ഇവിടെ പറയുന്നത് 110 എന്ന് പറയുന്നത് km/h. രണ്ടും രണ്ടളവിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്ന് മീറ്ററും ഒന്ന് km/hലുമാണ്. നമുക്ക് വേണ്ടത് ഇതിനെ രണ്ടിനെയും ഒരു യൂണിറ്റിലേക്ക് മാറ്റണം. എന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ തന്നെ നോക്കിയാൽ മതി, എല്ലാ ആൻസർ സെക്കൻഡിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പറഞ്ഞേക്കുന്നതുകൊണ്ട് km/hനെ നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് അങ്ങ് മാറ്റും. km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ടെങ്കിൽ ഇൻറ്റു ചെയ്താൽ മതി. 5/18 ഉണ്ടെങ്കിൽ ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഇതെങ്ങനെ കിട്ടും? ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 570 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സ്പീഡ് എന്ന് പറയുന്നത് 110 km/h എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ km/hനെ മീറ്റർ/സെക്കൻഡ് ആക്കാനും വേണ്ടി നമ്മൾ ഈ പറഞ്ഞേക്കുന്ന 5/18 കൊണ്ടങ്ങ് ഗുണിച്ചാൽ പോരായ മോനെ. നോക്കടാ, ഇങ്ങോട്ട് നോക്കിയടാ. നമുക്ക് ഈ 110നെ കിലോമീറ്ററിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് നമ്മൾ അങ്ങ് ഇൻറ്റു ചെയ്തു. ക്ലിയർ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇനി ഇതെന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ ഹരിക്കാനുള്ളൊരു വരയില്ലേ മോനെ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ അങ്ങ് തിരിച്ചിടും. ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ ഇതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ നമ്മൾ നോക്കിയേ, 570 മീറ്റർ ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 18/5 എന്ന് കിട്ടും. ഓക്കെ, ഇനി വേണ്ടേ? അപ്പോൾ ഇതെന്തായി മാറി? ഇത് മീറ്റർ/സെക്കൻഡായി മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മീറ്റർ/സെക്കൻഡ് എന്ന് ചെയ്തു. മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. നമ്മളത് തിരിഞ്ഞു വീഴുമ്പോൾ മീറ്റർ/സെക്കൻഡ് സെക്കൻഡ്/മീറ്റർ എന്നായി മാറി. ഇവിടാണ് വീഴുന്നത്. തിരിച്ചു വീഴുമ്പോൾ അത് നമുക്ക് ഇവിടുത്തെ മീറ്ററോട് അങ്ങ് വെട്ടിപ്പോകും, ക്യാൻസലായി പോകും. ഓക്കെ ആണല്ലോ. ഈ പൂജ്യവും നമുക്ക് വെട്ടാം. ഓക്കെ, നമുക്ക് നോക്കണം. ഇനി എന്ത് ചെയ്യണം? 57 × 18. ഓക്കെ, ഈ മീറ്ററും ക്യാൻസലായി പോകും, തിരിഞ്ഞാണ് വീഴുന്നത്. ഓക്കെ, ഇവിടെ 557 × 18. ഈ 57 × 18 എന്ന് പറയുന്നത് 1026 എന്ന് കിട്ടും. 1026. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 1026 ഡിവൈഡഡ് ബൈ 11 × 5 എന്ന് വെച്ചാൽ 55 എന്ന് കിട്ടും. 1026നെ 50 വെച്ചിട്ട് ഹരിച്ച് വെച്ചാൽ മതി. ആൻസർ എന്ന് പറയുന്നത് 18.6 സെക്കൻഡ്സ് ആണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 ഈക്വൽ ടു 4/k ആയാൽ കെയുടെ വില എത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? നമുക്ക് വളരെ എളുപ്പം ഇത് എളുപ്പം ചെയ്യാം. നമ്മൾ നോക്കിയേ, 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 ഈക്വൽ ടു 4/k ആയാൽ കെയുടെ വില. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, എടാ മോനെ നീ ഇങ്ങനെ നോക്കിയടാ, ഇവിടെ നോക്കിയേ, 4/88 എത്ര പ്രാവശ്യം? 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 പ്ലസ് 4/88. നമുക്ക് ഈ പ്ലസിന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും 4/88 എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുക്കാം. ഇവിടുന്ന് എല്ലായിടത്തുനിന്നും 4/88 കോമൺ ആയിട്ട് എടുക്കാം. മോനെ, ഈ 4/88 കോമൺ എടുത്താലേ നീ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പോയാൽ ഇവിടെ വല്ലതും കിടപ്പുണ്ടോ, വല്ല എഴുതിയിട്ടുണ്ടോ, സംഖ്യകൾ വല്ലതും ഉണ്ടോ 4/88 എടുത്തുകൊണ്ട് പോയാൽ എന്ന് നീ അങ്ങ് നോക്കണം. ഒന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ല. ഇല്ലേ? ഒന്നുമില്ലെങ്കിൽ എന്ത് വേണം? 1 അങ്ങ് കൊടുത്തേക്കണം. അപ്പോൾ എന്താ, ഇവിടെ 1 കൊടുത്തു. പ്ലസ്
ഇവിടെ 1 കൊടുത്തു പ്ലസ് ഇവിടെ 1 കൊടുത്തു പ്ലസ് ഇവിടെ 1 കൊടുത്തു ഈക്വൽ ടു 4k. നിനക്ക് ഇത്രയും ചെയ്തുകൂടായോ? ഇത് വളരെ എളുപ്പമല്ലേ? ഇത്രയും കാര്യം നിനക്ക് ചെയ്യാമല്ലോ. ഓക്കേടാ, യെസ്. നമ്മളിത് നോക്കിയേ, ഈ 1 ഒന്നുകൂടെ കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2. 2 ഒന്നുകൂടെ കൂടുമ്പോൾ എത്ര കിട്ടും? 3. 3 ഒന്നുകൂടെ കൂടുമ്പോൾ എത്ര കിട്ടും? 4. ഇത്രയേ ഉള്ളൂ. 4/88. ഇതെല്ലാം കൂടുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. നീ ബ്രാക്കറ്റുള്ള എല്ലാം കൂട്ടിയില്ലോടാ. പിന്നെ നിനക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ അതങ്ങ് ഒഴിവാക്കിയേ. ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇൻറ്റു കൊടുത്തിരിക്കണം. ഈക്വൽ ടു എന്തുണ്ട്? 4k. സിമ്പിളല്ലേ? സിമ്പിളല്ലയോ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഏത് സംഖ്യ എഴുതിയാലും അതിൻ്റെ മണ്ടയ്ക്ക് ഒരു 1 ഉണ്ട്. 5 എന്ന് എഴുതിയാൽ 5/1 എന്നാണ്. 10 എന്ന് എഴുതിയാൽ 10/1 എന്നാണ്. എക്സ് എഴുതിയാൽ x/1 എന്നാണ്. എന്ത് എഴുതിയാൽ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു 1 ഉണ്ട്. എങ്കിൽ നീ ഇവിടെ 4 എഴുതിയാൽ 4ൻ്റെ മണ്ടയ്ക്ക് ഒരു 1 ഉണ്ട്. ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ. നീ 7ാം ക്ലാസ്സിലെ ആവർത്തന ഗുണനം എന്നൊരു പാഠം പഠിച്ചിട്ടില്ലേ? അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ഏത് ഇക്വേഷൻ? ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. a/m ഇൻറ്റു a/n സമം a/m+n എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താ പറയുന്നത്? ഒരേ ബേസ്, ഇവിടുത്തെ ബേസ് എ, ഇവിടുത്തെ ബേസ് എ, ഒരേ ബേസുള്ള 2 സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ രണ്ടിടത്തുനിന്നും പൊതുവായിട്ട് ഒരു ബേസ് എടുത്തുകൊണ്ട് അവയുടെ പവറുകൾ തമ്മിൽ കൂട്ടണം. അതാണ് പറയുന്നത്. ഒരേ ബേസുള്ള 2 സംഖ്യകൾ ഗുണിക്കാൻ വന്നു, ഇവിടുത്തെ ബേസ് എ, ഇവിടുത്തെ ബേസ് എ, ഒരേ ബേസുള്ള 2 സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ രണ്ടിടത്തുനിന്നും പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കൂട്ടണം. ഇതല്ലേ പറയുന്നത്? അതേ കാര്യം തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെയും ബേസ് 4, ഇവിടുത്തെയും ബേസ് 4. രണ്ടിടത്തുനിന്നും പൊതുവായിട്ട് ബേസായ 4 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന 88ഉം ഒന്നുകൂടെ കൂട്ടിയാൽ പോരെ. ഈക്വൽ ടു എന്തോ? 4/k. ക്ലിയർ ആണോ? ഓക്കെ. നമുക്കിതാ ഈ ഇക്വേഷൻ പ്രകാരം കൊണ്ട് ചെയ്യാം. a/m ഇൻറ്റു a/n സമം a/m+n അല്ലേ? അപ്പോൾ 4/88+1. അപ്പോൾ എന്ത് എഴുതാം? 4/89 ഈക്വൽ ടു 4/k എന്ന് എഴുതിക്കൂടായോ? ഇത്രയേ ഉള്ളൂ. ഇനി നീ ശ്രദ്ധിക്കുക, സമത്തിന് അപ്പുറവും ഇപ്പുറവുമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമാണോ നോക്കണം. ബേസ് എന്ന് വെച്ചാൽ താഴെ ഇരുന്ന സംഖ്യയാണല്ലോ, താഴെയാണല്ലോ. അപ്പോൾ നോക്കണം, 89 താഴെ 4, കെയുടെ താഴെ 4. സമത്തിന് അപ്പുറവും ഇപ്പുറവുമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമാണെങ്കിൽ, ബേസുകൾ തുല്യമായാൽ അവയുടെ പവറുകളും തുല്യമായിരിക്കും. അവയുടെ പവർ, ഇവയുടെ പവർ എത്ര? 89. ഇവിടുത്തെ പവർ എത്ര? കെ. അതും തുല്യമായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 89 ഈക്വൽ ടു കെ. ക്വസ്റ്റ്യൻ എന്തോ ചോദിച്ചേക്കുന്നത്? കെയുടെ വില എത്രയാണെന്നല്ലയോ? കെയുടെ വില 89 എന്ന് കിട്ടി. അതെ, നമ്മുടെ ആൻസർ എ ഓപ്ഷനാണ് ആൻസർ. ഓക്കെ ആണോ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയവനെ, ഒറ്റയാൻ ആരി. ഒറ്റയാൻ ഇതിനകത്ത് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതാണ്ട് ഇവിടെ ഒന്നാമത്തെ എ ഓപ്ഷൻ തന്നിട്ടുണ്ട് 7, 4, 9. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആദ്യം കിടക്കുന്ന സംഖ്യ 7 അല്ലേ, അവസാനം കിടക്കുന്ന സംഖ്യ 9 അല്ലേ? ഇത് നമ്മൾ വ്യത്യാസം എടുക്കണം. 7 നിന്ന് 9 കുറയ്ക്കാം. 7 നിന്ന് 9 കുറച്ചേ. 7 നിന്ന് 9 കുറയ്ക്കുമ്പോൾ കിട്ടും -2 എന്ന് കിട്ടും. ഒരു പ്ലസ് സംഖ്യയോ ഒരു മൈനസ് സംഖ്യ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. വലുത് 9, ചെറുത് 7, കുറയ്ക്കുമ്പോൾ 2 കിട്ടും. വലുതിൻ്റെ മൈനസ് ആയതുകൊണ്ട് -2. ഇതിൻ്റെ സ്ക്വയർ അങ്ങ് എടുക്കുക. ഓക്കെ, നോക്കാം. -2ൻ്റെ സ്ക്വയർ, -2ൻ്റെ സ്ക്വയർ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, 2 ഇൻറ്റു 2 4. ആൻസർ 4 വരത്തില്ലേ? അതല്ലയോ നടുക്കലത്തെ സംഖ്യ അല്ലേ? ഇനി നമുക്ക് നോക്കാം, അടുത്ത നോക്കാം. 13. ആദ്യത്തെ സംഖ്യ 13 അല്ലേ? അവസാന സംഖ്യ 7 അല്ലേ? 13 നിന്ന് 7 കുറയ്ക്കാം. 13 7 കുറയ്ക്കാം, നമുക്ക് എത്ര കിട്ടും? 6 കിട്ടത്തില്ലയോ? എന്ത് ചെയ്യണം? 6ൻ്റെ സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36. അതല്ലയോ നടുക്കലത്തെ സംഖ്യ? ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. സി വലുതിന് ചെറുത് കുറയ്ക്കാം. ആദ്യത്തെ സംഖ്യ എത്ര? 5. അവസാന സംഖ്യ എത്ര? 9. 5 നിന്ന് 9 കുറയ്ക്കാം. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? -4 എന്ന് കിട്ടും. -4ൻ്റെ സ്ക്വയർ 4 16 പ്ലസ് 16 കിട്ടത്തില്ലേ? ഓക്കെ, പ്ലസ് 16 അല്ലേ വേണ്ടത്? പക്ഷേ നമുക്കിവിടെ തന്നേക്കുന്നത് എന്താണ്? 25 അല്ലേ? നമുക്ക് വേണ്ടത് എത്രയാണ്? 16 ഇവിടെ തന്നേക്കുന്നത് 25. നമ്മുടെ ഒറ്റയാൻ എന്ന് പറയുന്നത് സി ആണ്. ഒറ്റയാൻ സി ആണ്. പക്ഷേ ഇവിടെ നോക്കി, അടുത്ത നോക്കാം. ഡി ഓപ്ഷൻ നോക്കാം. ഡി ഓപ്ഷൻ എന്ന് വെച്ചാൽ ആദ്യത്തെ സംഖ്യ 11, അവസാന സംഖ്യ 7. 11 നിന്ന് 7 കുറച്ചാൽ എത്ര കിട്ടും? 4 കിട്ടത്തില്ലേ? 4ൻ്റെ സ്ക്വയർ എടുത്തേ. 4ൻ്റെ സ്ക്വയർ എത്ര? 16. അപ്പോൾ അതും ശരിയല്ലേ? അപ്പോൾ സി ഓപ്ഷനാണ് ഇന്നത്തെ ഒറ്റയാൻ എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര പ്രാവശ്യം തുല്യമാകും? ഇതല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, കാണാതെ പഠിച്ചങ്ങ് വെച്ച് വെച്ചാൽ മതി. ആൻസർ 4 ആൻസർ 4. ഓക്കെ, ആൻസർ 4. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും ഇതെന്താണ്, ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഇവിടെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചേക്കെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒരു ക്ലോക്കിൽ കാണിക്കുന്ന സമയം തന്നെ ആയിരിക്കണം പ്രതിബിംബത്തിലും കാണിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ക്ലോക്കിൽ ഏത് സമയമാണോ ആ സമയം തന്നെ ആയിരിക്കും പ്രതിബിംബത്തിലും കാണിക്കേണ്ടത്. അതങ്ങനെ ഒരു ദിവസം എത്ര പ്രാവശ്യം കറക്റ്റായിട്ട് കാണിക്കും? ക്ലോക്കിലെ സമയം തന്നെ പ്രതിബിംബത്തിൽ കാണിക്കും. ഇതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ നമ്മൾ രാത്രി 12 AM എന്ന് പറയുന്ന സമയത്ത് 12 മണിയാകുമ്പോൾ നിങ്ങൾ ക്ലോക്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂചിയുടെ ക്ലോക്ക് നോക്കണം. കണ്ണാടി നോക്കിയാൽ രണ്ടിടത്തും 12 മണിയാണ് കൃത്യമായിട്ടായിരിക്കും കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് 12 PM, ഉച്ചയ്ക്ക് 12 PM. ഓക്കെ, പിന്നെ കാണിക്കുന്നത് 6 AM, പിന്നെ 6 PM. ഇങ്ങനെ ഈ 4 സമയങ്ങളിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്രയാണോ അത് തന്നെ ആയിരിക്കും നിങ്ങളൊരു കണ്ണാടിയിലൂടെ നോക്കിയാലും കാണിക്കുന്നത്. പ്രതിബിംബത്തിലെ സമയവും ക്ലോക്കിലെ യഥാർത്ഥ സമയവും ഒരു ദിവസം തുല്യമാകുന്നത് ഈ 4 പ്രാവശ്യങ്ങളിലാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പ്രകാരം 4. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻറ്റു എന്നാൽ പ്ലസ് എന്നും, പ്ലസ് എന്ന് വെച്ചാൽ ഡിവിഷൻ എന്നും, മൈനസ് എന്ന് വെച്ചാൽ ഇൻറ്റു എന്നും, ഡിവിഷൻ എന്ന് വെച്ചാൽ മൈനസും ആയാൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റേത്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് പ്രസ്താവനയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ നോക്കുമ്പോൾ 6 ഇൻറ്റു അല്ലേ? ഇൻറ്റു അല്ലേ? ഇൻറ്റു എന്ന് വെച്ചാൽ പ്ലസ് ആണ്. ഓക്കെ, പ്ലസ് 4 മൈനസ്, ഈ മൈനസ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ്, ഇൻറ്റു 5. ഓക്കെ, 5. അടുത്തത് പ്ലസ്, പ്ലസ് എന്ന് വെച്ചാൽ ഡിവിഷൻ ആണ്. ഓക്കെ, 2. അടുത്തത് നോക്കിയേ, ഡിവിഷൻ, ഡിവിഷൻ എന്ന് വെച്ചാൽ മൈനസ് ആണ്, -1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ 15 ആണോ കിട്ടുന്നതെന്നൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. നമുക്ക് നോക്കാം. 6 + 4 × 5 ഡിവൈഡഡ് ബൈ, ഹരിക്കാന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ 2 -1. ഇവിടെ വെട്ടാം. 1 2 2, ഈ 2 4, 6 + ഈ 5 10 -1, 16 -1 സമം നമുക്ക് എത്ര ഇട്ടുള്ളൂ? 15 എന്നല്ലേ കിട്ടുന്നേ? 15 കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, ശരിയാണ്. നമുക്കിനി രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. അപ്പോൾ 5 ഇവിടെ ഇൻറ്റു എന്ന് വെച്ചാൽ പ്ലസ് ആണ്. അടുത്ത എത്ര? 4. അടുത്തത് മൈനസ്, മൈനസ് ആണല്ലോ. മൈനസ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ്, ഇൻറ്റു 5. ഓക്കെ, അടുത്തത് പ്ലസ് ആണ്. പ്ലസ് എന്ന് വെച്ചാൽ ഹരണമാണല്ലോ, ഹരണം 2. അടുത്തത് ഹരണം, ഹരണം എന്ന് വെച്ചാൽ മൈനസ് ആണല്ലോ, -1. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. 5 + 4 × 5 ഡിവൈഡഡ് ബൈ 2 -1. 1 2 2, ഈ 2 4, 5 + 10 -1, 15 -1 സമം 14. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്, 14 തന്നെയാണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. മൂന്നാമത്തെ പ്രസ്താവന 6 ഇവിടുത്തെ ഇൻറ്റു ആണ്. ഇൻറ്റു എന്ന് വെച്ചാൽ പ്ലസ് ആണ്, പ്ലസ്. അടുത്തത് 4. ഓക്കെ, അടുത്തത് മൈനസ്, മൈനസ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ്, ഇൻറ്റു. അടുത്ത എത്ര? 5. ഓക്കെ, 5 പ്ലസ്, പ്ലസ് എന്ന് വെച്ചാൽ നമുക്ക് ഹരണമാണ്, ഹരണം 2. അടുത്തത് ഹരണം എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് ആണ്, -2. നോക്കാം. 6 + 4 × 5 ബൈ 2 -2. 1 2 2, ഈ 2 4, 6 + 10 -2, 16 -2 സമം 14. നമ്മളുടെ മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ്, മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ്. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ്. നമുക്കിനി നാലാമത്തെ ഓപ്ഷൻ ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത 6 നമുക്ക് നോക്കാം. 6 ഇൻറ്റുവിൻ്റെ അടുത്ത് പ്ലസ് ആണ്, പ്ലസ് 4 മൈനസ്, മൈനസ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ്, 5. അടുത്തത് പ്ലസ്, പ്ലസ് എന്ന് വെച്ചാൽ ഹരണമാണ്, ഹരണം 2. അടുത്തത് ഹരണം, ഹരണം എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, -3. ഉണ്ട്. 6 + 4 × 5 ബൈ 2 -3. 1 2 2, ഈ 2 4, 6 + ഈ 5 10 -3. 16 -3 സമം 13.
13 നമുക്ക് ഇവിടെ എന്ത് വരേണ്ടത്? ആൻസർ വരേണ്ടത് 13. ഇവിടുത്തെ ഓപ്ഷൻ പ്രകാരം വന്നേക്കുന്നത് 12. അപ്പോൾ നമ്മളുടെ ഡി ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഒരു ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 2n - 2n - 2 = 96 96 ആയാൽ n-ന്റെ വില എത്ര? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 8, 9, 6 ഇവയൊന്നും അല്ല. നമുക്കിതെങ്ങനെ ചെയ്യാം? വളരെ എളുപ്പം. ഓക്കെ, 2n - 2n - 2 = 96. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ. നമ്മൾ 7ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട്, ആവർത്തന ഗുണിതം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. a⁻m / a⁻n = a⁻m-n. ഒരേ ബേസുള്ള രണ്ട് സംഖ്യകൾ ഹരിക്കാൻ വന്നാൽ പൊതുവായിട്ടൊരു ബേസ് എടുത്തുകൊണ്ട് അവയുടെ പവറുകൾ തമ്മിൽ കുറയ്ക്കണം. അപ്പൊ a⁻m / a⁻n = a⁻m-n. ഇങ്ങനെ തന്നാൽ നമുക്ക് അതിനെ എന്ത് എഴുതാം? ഇങ്ങനെ എഴുതാം. ഇനി ഇങ്ങനെയാണ് തരുന്നെങ്കിലോ തിരിച്ച് നമുക്ക് ഇങ്ങനെയും എഴുതാം. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. 2n - നോക്കിയേ, ഈ ഫോമിലല്ലേ കിടക്കുന്നത്? a⁻m- എന്ന ഫോമിലാണ് കിടക്കുന്നത്. 2n - 2 എന്ന് പറയുന്നത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? a⁻m / a⁻n എന്ന് എഴുതിക്കൂടായോ? ഓക്കെ, എടാ മോനെ ഈ നോക്ക്, ഇതെങ്ങനെയാ കിടക്കുന്നത്? അതപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2n / 2 എന്ന് എഴുതാം. 2n / 2 അല്ലയോ? 2n - 2 എന്ന് പറയുന്നത് = 96. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ ഒരു 2n ഉണ്ട്, മൈനസ് ഇപ്പുറത്തെ ഒരു 2n ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് രണ്ടിടത്തൊന്നും കോമൺ ആയിട്ട് ഒരു 2n കോമൺ ആയിട്ട് ഇനി വെളിയിലെടുക്കാം. വെളിയിലെടുത്താൽ നമുക്ക് കണ്ടേ 2n കോമൺ എടുത്തു, ഇവിടുന്ന് പോയി. ഞാൻ നേരത്തെ പറഞ്ഞനുസരിച്ച് അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഈ 2n പോയാൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞേ? 1 കൊടുക്കണമെന്നല്ലേടാ പറഞ്ഞേ? ആ 1 അങ്ങ് കൊടുക്കുക. മൈനസ് ഇവിടുന്ന് 2n പോയില്ലേ? ഇവിടുന്ന് പോയാലോ അവിടെ 1 കൊടുക്കുക. താഴെ എന്ത് കിടപ്പുണ്ട്? ഒരു 2ന്റെ സ്ക്വയർ കിടപ്പില്ലേ? 2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4 = 96 എന്ന് എഴുതാം. ഇനി നമ്മൾ ഇത് എങ്ങനെ ചെയ്യുന്നത്? വളരെ എളുപ്പം നമുക്ക് ചെയ്യാം. ഇത് 2n × 1 - 1/4. 1/4 എന്ന് വെച്ചാൽ കാലെന്നല്ലോടോ? കാൽ. ഈ കാലിൽ നിന്ന് 1ൽ നിന്ന് കാല് കുറച്ചാൽ എത്ര കിട്ടും? 1ൽ നിന്ന് കാല് കുറച്ചാൽ 3/4 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? നമുക്ക് നമുക്ക് എഴുതാം 2n അണ്ടേ 1ൽ നിന്ന് കാല് കുറച്ചാൽ 3/4 എന്ന് വെച്ചാൽ 3/4 ഇൻറ്റു. അപ്പോൾ എന്താണ്? നമുക്ക് ഈ ബ്രാക്കറ്റ് പൊളിച്ചു. 1ൽ നിന്ന് നമ്മൾ കാല് കുറച്ചു, അപ്പോൾ നമുക്ക് 3/4 3/4 എന്ന് കിട്ടി. ഇവിടെ എന്തുകൊണ്ട്? ഈ ബ്രാക്കറ്റ് നമ്മളങ്ങ് പൊളിച്ചു. ബ്രാക്കറ്റ് പൊളിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണമെന്നല്ലേ പറഞ്ഞ? ആ ഇൻറ്റു കൊടുത്തു. = 96 എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് ഇവിടെ ഇതെങ്ങനെ ഇതിന്റെ കാര്യം വരുന്നത്? നിങ്ങൾക്ക് ഈ ഇത് കുറയ്ക്കാൻ അറിഞ്ഞുകൂടാത്തൊരു എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതാം. അതേ നോട്ടെ 1 - 1/4 എന്നിട്ട് ഇതിന്റെ താഴെ ഒന്നുമില്ലെങ്കിൽ ഒരു 1 ഉണ്ട്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 4 4, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഒരു 4 4, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1 × 1 1, 4 എന്ന് പറഞ്ഞാൽ 3 3/4 എന്ന് കിട്ടും. അറിഞ്ഞുകൂടാത്ത ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിന്റെ ബാലൻസ് നമ്മൾ ഇപ്പുറത്തോട്ട് ചെയ്യാൻ പോവുകയാണ്. 2n = 96. നമുക്ക് 2n ആണ് വേണ്ടത്. ആദ്യം നമുക്ക് 2n കണ്ടുപിടിക്കാം. എന്താണോ വേണ്ടത് അത് അവിടെ നിലനിർത്തണം. നമുക്ക് ഈ 3/4 അങ്ങ് സമത്തിന് അപ്പുറത്തോട്ട് അങ്ങ് കൊണ്ടുവയ്ക്കണം. സമത്തിനപ്പുറത്ത് എങ്ങനെ കൊണ്ടുപോകുന്ന വെച്ചാൽ, സമത്തിന് ഇപ്പുറത്തെ ഒരു സംഖ്യ ഗുണിച്ചേക്കുവാണെങ്കിൽ സമത്തിനപ്പുറം മുമ്പ് ഹരിക്കണം, ഹരിച്ചേക്കൊന്ന് ഗുണിക്കണം, കൂട്ടിയേക്കൊന്ന് കുറയ്ക്കണം, കുറച്ചേക്കൊന്ന് കൂട്ടണം, പ്ലസ് മൈനസ് ആക്കണം, മൈനസ് പ്ലസ് ആക്കണം. സമത്തിന് ഇപ്പുറത്ത് എന്ത് പ്രവൃത്തിയാണോ ചെയ്തേ അതിന്റെ ഓപ്പോസിറ്റ് പ്രവൃത്തിയാണ് അപ്പുറത്ത് പോകുമ്പോൾ ചെയ്യാൻ. ഇപ്പോൾ വരയുടെ താഴെ ഇല്ലയോ മോനെ ഇത് കിടക്കുന്നത് 4, ഇത് എന്ത് ചെയ്തേക്കോടാ? ഇത് ഹരിച്ചേക്കോ ഇല്ലയോ? ഇതിനെ സമത്തിനപ്പുറം കൊണ്ടുപോകണം. അപ്പം മേളിൽ പോകണം, ഗുണിക്കണം. വരയുടെ മേളിലാണ് 3 കിടക്കുന്നത്, അത് ഗുണിച്ചേക്കുവാണ്. ഇപ്പുറത്ത് വരുമ്പോൾ വരയുടെ താഴെ എടുക്കണം, ÷ 3 ആണല്ലോ. ഇനി നമുക്ക് എഴുതാം 2n = ഇവിടത്തെ വെട്ട 1 3 3 3 9 2 3 6 32 × 4 എന്ന് വെച്ചാൽ 128 എന്ന് കിട്ടും. 32 × 4 128. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, സമത്തിന് അപ്പുറവും ഇപ്പുറവുമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ അവയുടെ പവറുകളും തുല്യമാണെന്ന് പറഞ്ഞില്ലേ? ഇവിടുത്തെ ബേസ് എത്ര? 2. ഇവിടുത്തെ ബേസ് എത്ര? 128. 128നെ 2ന്റെ പവറായിട്ട് അങ്ങ് എഴുതിയേക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2n = 128നെ 2/7 എന്നങ്ങ് എഴുതാം.
അപ്പോൾ പലർക്കും സംശയം ഒന്നും ഈ 128 ഞങ്ങളെങ്ങനെ 2x7 എന്ന് എഴുതുന്നത് എങ്ങനെ അറിഞ്ഞുകൂടാത്തതാണ്. ഇങ്ങനെ 128 ഫാക്ടറൈസ് ചെയ്യാൻ 2 വെച്ചിരിക്കുമ്പോൾ 64, വീണ്ടും 2 വെച്ചിരിക്കുമ്പോൾ 32, 2 വെച്ചിരിക്കുമ്പോൾ 16, 2 വെച്ചിരിക്കുമ്പോൾ 8, ഇവിടെ 2 വെച്ചിരിക്കുമ്പോൾ 4, ഇവിടെ 2 വെച്ചിരിക്കുമ്പോൾ 2, 1, 2, 3, 4, 5, 6, 7, 2, 2, 4, 8, 16, 32, 67, 128. അപ്പോൾ ഇവിടെ എത്ര പ്രാവശ്യം 2 ഉണ്ട്? 7 പ്രാവശ്യം 2 ഉണ്ട്. ആ 7 ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഇപ്പോൾ സമത്തിനപ്പുറം ഇപ്പുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായില്ലയോ? ഇവിടെയും 2, ഇവിടെയും 2. ബേസുകൾ തുല്യമായാൽ മുകളിൽ കിടക്കുന്ന പവറുകളും തുല്യമായിരിക്കും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ n=7. എന്നിൻ്റെ വാല്യൂ 7 ആണ്. 7. നിങ്ങൾ ഇനി ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. എ ഓപ്ഷൻ 8, ബി ഓപ്ഷൻ 9, സി ഓപ്ഷൻ 6. എ എന്ന് പറയുന്ന ഓപ്ഷനകത്തേ ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഇവയൊന്നുമല്ല എന്നുള്ള ആൻസറാണ്. ഓക്കെ. 1 + 3 + 5 + 7 + എക്സെട്ര + 101 ഇതിൻ്റെ വില എത്ര ആയിരിക്കും? ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതെന്ന് വെച്ചാൽ 1 + 3 + 5 + 7 + എക്സെട്ര എന്ന് വെച്ചാൽ 1, 3, 5, 7 എക്സെട്ര 101. ഈ 1, 3, 5, 7 ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഓഡ് നമ്പറാണ് ഒറ്റ സംഖ്യയിൽ. അപ്പോൾ എന്താ 1, 3, 5, 7 എന്ന് പറഞ്ഞാൽ 1 മുതൽ 101 വരെയുള്ള 1 മുതൽ 101 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലസ് കൊടുത്തത്. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ n² ആണ്. ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? n² ആണ്. ഒറ്റ സംഖ്യയുടെ തുക n². ഓക്കെ ആണല്ലോ. എന്നിട്ട് അതിനകത്ത് എന്ത് കൊടുത്തേക്കുന്നത്? ഒരു റൂട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? √n² ആണ്. √n². √n²ന്റെ റൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? n ആണ്. √n² എന്ന് വെച്ചാൽ n²ന്റെ റൂട്ട് എന്ന് വെച്ചാൽ n ആണ്. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ? √1 + 2 + 3 + 7 1, 3, 5, 7 എക്സെട്ര 101 വരെ. അപ്പോൾ 1 മുതൽ 101 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കണ്ടിട്ട് അതിന്റെ റൂട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടായോ? n² ആണ്. എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കണം. അപ്പോൾ n²ന്റെ റൂട്ട് എന്ന് വെച്ചാൽ n. അപ്പോൾ ഇവിടുത്തെ ആൻസർ n ആയിരിക്കും. അപ്പോൾ എത്ര എണ്ണം? n എത്ര എണ്ണം? അപ്പോൾ നമ്മൾ നോക്കണം. 1 മുതൽ 101 വരെ 1 മുതൽ 101 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ 1 മുതൽ 101 വരെ 101 ഒറ്റ സംഖ്യകളില്ല. 101 ഒറ്റ. ഇപ്പോൾ എണ്ണൽ സംഖ്യയുടെ പ്രത്യേകത 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് എണ്ണൽ സംഖ്യയാണ്. 1 മുതൽ 10 വരെ എത്ര എണ്ണൽ സംഖ്യ ഉണ്ടെന്ന് വെച്ചാൽ 10 എണ്ണം ഉണ്ട്. എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഒറ്റ സംഖ്യ ഉള്ളു. എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് വെച്ചാൽ 5 ഇരട്ട സംഖ്യ ഉള്ളു. അവിടെ ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 1 മുതൽ 101 വരെ ഒരിക്കലും 101 ഒറ്റ സംഖ്യകളില്ല. മനസ്സിലായോ? അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ അവസാനത്തെ സംഖ്യ ഉണ്ടല്ലോ 101, ഈ 101ൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ എത്ര ഇട്ടോ? 102 എന്ന് കിട്ടും. 102ൻ്റെ പകുതി എടുക്കുക. ഈ 102ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 51. ഒറ്റ സംഖ്യയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 101 വരെ 51 ഒറ്റ സംഖ്യ ഉണ്ട്. കാര്യം എന്താ? 100 വരെ ഒറ്റ സംഖ്യ ഉണ്ടെന്ന് വെച്ചാൽ 50 ഒറ്റ സംഖ്യ, 50 ഇരട്ട സംഖ്യയും. ഒക്കെ 101 അടുത്ത 51. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 51 ഒറ്റ സംഖ്യകൾ. അപ്പോൾ ഇവിടെ എന്നിന്റെ വാല്യൂ ആയിട്ട് വരേണ്ടത് എത്രയാണ്? 51. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് വെച്ചാൽ n=51 ആകുമ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ 51 ആണ് വരേണ്ടത്. ഓപ്ഷനകത്ത് 51 ഇല്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഓപ്ഷനകത്ത് ഇതിന്റെ ആൻസർ, ഫൈനൽ ആൻസർ ഇല്ല. കറക്റ്റ് ആൻസർ 51 ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? ഒന്നാമത്തത് 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകളുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. മൂന്നാമത്തത് അഭാജ്യ സംഖ്യകൾ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. അടുത്തത് അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യയുണ്ട്. 4 ഓപ്ഷൻസ് ആണ്, 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന ഇവിടെ ഉണ്ട്. 1ഉം 4ഉം ശരി, 2ഉം 3ഉം ശരി, 2ഉം 4ഉം ശരി, 4 മാത്രം ശരി. ഇതാണല്ലോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 പോയിന്റ്സ്. ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട 2 പോയിന്റ്സ് ഞാൻ പറയാം. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളാണുള്ളത്. മനസ്സിലായല്ലോ? 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകൾ. ഇനി രണ്ടാമത്തത്
ഈ അഭാജ്യ സംഖ്യകളിൽ ഒരേ ഒരു ഇരട്ട സംഖ്യയായിട്ടുള്ള അഭാജ്യ സംഖ്യയുള്ളൂ. അഭാജ്യ സംഖ്യകളിൽ ഒരൊറ്റ ഇരട്ട സംഖ്യ മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ 2 ആണ്. 2 എന്ന് പറയുന്ന ഒരേ ഒരു ഇരട്ട സംഖ്യ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. ബാക്കിയെല്ലാം ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യയുള്ളൂ, അത് 2 ആണ്. ബാക്കിയെല്ലാം ഒറ്റ സംഖ്യയാണ്. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകളുണ്ട് എന്ന് പറഞ്ഞത് തെറ്റല്ലേ? നോക്കിയേ, ഇനി അടുത്ത് നോക്കിയേ, 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. ശരിയാണ്, 25 അഭാജ്യ സംഖ്യകളാണല്ലോ ഉള്ളത്. അടുത്തത്, അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? പറഞ്ഞല്ലോ, ഒരേ ഒരു ഇരട്ട സംഖ്യ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. അത് എത്ര? 2 എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ 4ഉം ശരിയാണ്. 2ഉം 4ഉം ശരിയാണ്. നമ്മുടെ സി ഓപ്ഷൻ 2ഉം 4ഉം ശരിയാണ്. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 3, 9, 15 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക അതിനടുത്ത 30 പദങ്ങളുടെ തുകയിൽ നിന്ന് കുറച്ചാൽ എത്ര കിട്ടും? നമ്മുടെ 5,40,000, 4,50,000, 5,60,000, 5,30,000 ഇത്രയാണ് നമ്മളുടെ ഓപ്ഷൻസ് പ്രകാരം തന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിനകത്തുനിന്ന് എൻ്റെ ഹോംവർക്കിൽ കിടപ്പുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ, ഈ സംഖ്യകൾ മാത്രമേ ഉള്ളൂ മാറ്റം, ഇതേ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ? നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നതിന് ശേഷം അവരിവിടെ പറയുക 3, 9, 15 എക്സെട്ര ഈ പറയുന്ന ശ്രേണിയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 30 പദങ്ങളുടെ തുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ എന്താണ് ഇതാണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ 3 മുതൽ 3, 9, 15 ഇങ്ങനെ പോകുന്ന ശ്രേണിയിൽ ആദ്യത്തെ 30 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതൽ വരും അടുത്ത പറയുന്ന 30 പദങ്ങളുടെ തുക എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഒറ്റ സെക്കൻഡ് അങ്ങ് ആൻസർ ചെയ്യാം. ഒന്നുമില്ല, വളരെ എളുപ്പം ചെയ്യാം. അവിടെ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്ത് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കണം ഇവിടുത്തെ 30 പദങ്ങളുടെ തുക അടുത്ത 30 പദങ്ങളുടെ തുക എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പദങ്ങളുടെ എണ്ണം കിട്ടിയിട്ടുണ്ട്. എണ്ണം എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, ഇനി നോക്കിയേ, പൊതുവ്യത്യാസം നോക്കണം. കോമൺ ഡിഫറൻസ് ഇവിടെ 3നെക്കാട്ടിൽ 6 കൂടെ കൂടുതലല്ലേ 9, 9നെക്കാട്ടിൽ 6 കൂടെ കൂടുതലാണ് 15 എന്ന് വെച്ചാൽ ഇവിടുത്തെ പൊതുവ്യത്യാസം എല്ലാം തുല്യമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. 9 - 3 = 6 കിട്ടി. ഓക്കെ ആണോ? തീർന്നു. ഒറ്റ സ്റ്റെപ്പ് തീർന്നു. ആൻസർ കഴിഞ്ഞു. എന്താ ചെയ്യേണ്ടത്? എണ്ണം എത്ര പറയുന്നത്? പദങ്ങളുടെ എണ്ണം എത്ര പറയുന്നത്? 30. അതിൻ്റെ സ്ക്വയർ അങ്ങ് എടുക്കണം. 30ൻ്റെ സ്ക്വയർ. 30ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര കിട്ടും? 30 × 30 = 900. 30 × 30 = 900 കിട്ടിയല്ലോ. ഈ കിട്ടിയ 900 ഇല്ലയോ? ഈ 900ത്തെ നിങ്ങൾക്ക് എന്താണ് പൊതുവ്യത്യാസം എത്ര? 6 കൊണ്ട് ഗുണിച്ച് വെച്ചത്. 6 കൊണ്ട് ഗുണിക്കുക. പൊതുവ്യത്യാസം പദങ്ങളുടെ എണ്ണം എത്ര? 30. അതിൻ്റെ സ്ക്വയർ എടുക്കണം. എത്ര കിട്ടി? 900. ഈ 900ത്തെ പൊതുവ്യത്യാസം എത്ര? 6. അതുകൊണ്ട് ഗുണിച്ച് വെച്ചാൽ 9×6 = 54, 2 5400 ആണ് നമ്മളുടെ ആൻസർ. 5400. പക്ഷെ ഓപ്ഷനകത്ത് തന്നേക്കുന്നത് 5,40,000 എന്നാണ്. 2 0 അധികം കയറിപ്പോയി. അതിനാൽ ഇതിൻ്റെ ഓപ്ഷനകത്ത് ഇതിൻ്റെ ആൻസർ ഇല്ല. ഫൈനൽ ആൻസർ 5400 ആണ്. ഓക്കെ, അപ്പോൾ ഈ 10 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.